ഇടതുപക്ഷത്തിലേക്ക് ഈ ആരോപണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അവരും ഇത്തരത്തിലുള്ള കുറേയേറെ വിഷയങ്ങളിൽ ആടി ഉലയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ പാർട്ടി മീറ്റിങ്ങുകളിൽ പിന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക പിന്നെ നിയമസമിതികൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എല്ലാ പാർട്ടികളിലും. പണ്ട് നമ്മുടെ ഞാൻ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അപ്പോൾ അവിടെ ഈ പില്ലോയ്ക്കും ബെഡ്ഷീറ്റിനും വരെ കഥ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ കഥകൾ പറയേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പലരും പറയുന്ന ഒരു കഥയാണ് പൊളിറ്റിക്കൽ നേതാക്കൾക്കെതിരെ. അതിൽ പിന്നെ ഒരു IAS ഓഫീസർ പറയുണ്ടായി, ഈ ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നാൽ അദ്ദേഹം പറയുമായിരുന്നു, ബ്രോത്തൽ ഹൗസിനെ കുറിച്ച് മാത്രമേ എന്നോട് സംസാരിക്കരുതെന്ന്, ബാക്കി ടൂറിസമോ അല്ല വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോ. അതിൻ്റെ ചുമതലയുള്ള ഒരു ഓഫീസറാണ് പറഞ്ഞത്, മനസ്സിലല്ലേ, ടോപ്പായിരുന്ന ഒരാൾ. ഈ ബ്രോത്തൽ ഹൗസിൻ്റെ കാര്യം അത് നിങ്ങളൊക്കെ തമ്മിൽ സംസാരിച്ച് സെറ്റിൽ ചെയ്തോണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പലപ്പോഴും എത്തിയിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പല തലങ്ങളിലും ഇത്തരത്തിലുള്ള മൂല്യച്യുതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയത്തെ മാത്രമാണോ ബാധിച്ചത്? രാഷ്ട്രീയത്തെ മാത്രമല്ല, സിനിമയെ ബാധിച്ചിരിക്കുന്നു. സിനിമയുടെ കാര്യം നമ്മൾ അറിയാം, ചർച്ച ചെയ്യപ്പെട്ട. അതുപോലെ തന്നെ ഇപ്പം ജുഡീഷ്യറിയിലുള്ള 2-3 പേര് ഇപ്പം സ്ത്രീ വിഷയത്തിൽ അഴിമതി ആരോപണം, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പോലീസ് ഓഫീസർമാരിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു. ഒരു വനിതാ DGP പറഞ്ഞത് പെൺകുട്ടികൾ പോലീസിലുള്ള വനിതാ പോലീസ് ഓഫീസർമാർ പേടിച്ച് വന്നിട്ട് അവരോട് കഥ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നെ രക്ഷിക്കണേ, ആ സാർ എന്നെ പിടിച്ചിപ്പം അത് ചെയ്ത് കളയും ഇത് ചെയ്ത് കളയും, അതുകൊണ്ട് മാഡം എങ്ങനെയെങ്കിലും അയാളുടെ കീഴിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ, ആ ഡ്യൂട്ടിയിൽ നിന്ന് എന്നെ മാറ്റണേ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു.